Dear students, welcome back to the algebra lecture series. From the previous lectures, you were introduced to the concept of groups and finite groups. And in this presentation, we will discuss about the subgroup of a given group. You will also introduce to a new concept called the cyclic groups. Introduction to subgroups. Consider the group Z4 with operation addition modulo 4 whose group table is given below. സോ ഗ്രൂപ്പ് ടേബിൾ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രസന്റേഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഒരു ഗ്രൂപ്പിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ മൂലം ഉണ്ടാകുന്ന എല്ലാ ഓപ്പറേഷൻസും സൂചിപ്പിക്കുന്ന ഒരു ടേബിൾ ആണ് നമ്മൾ ഗ്രൂപ്പ് ടേബിൾ ആയിട്ട് പറയാറുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 2*3 ആണ് വേണ്ടതെങ്കിൽ 2*3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ് നമ്മൾ ടേബിളിനെ ലൊക്കേറ്റ് ചെയ്താൽ 2*3 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഇവിടെ ഓപ്പറേഷൻ അഡിഷൻ മോഡ് 4 ആണ്. സോ 2 + 3 5 ആണ്. 5 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത്തരത്തിൽ ഗ്രൂപ്പ് ടേബിൾ എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെറ്റ് 4ൽ നിന്ന് 2 എലമെന്റ്സ് മാത്രം ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് സെറ്റ് 0 1 ഒരു സബ്സെറ്റ് കൺസിഡർ ചെയ്തു. ഇത് സെറ്റ് 4ന്റെ ഒരു സബ്സെറ്റ് ആണ്. ഇനി നമ്മൾ ഈ ഒരു സെറ്റ് എസ് എന്ന സെറ്റ് വിത്ത് റെസ്പെക്ട് ടു അഡിഷൻ മോഡുലോ 4 ഗ്രൂപ്പ് ആകുമോ എന്നാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സെറ്റ് 4 ഓൾറെഡി 4 എലമെന്റ്സ് ഉണ്ട്. സെറ്റ് 4 വിത്ത് അഡിഷൻ മോഡുലോ 4 ഇസ് എ ഗ്രൂപ്പ്, ബട്ട് വി ആർ ഗോയിങ് ടു ചെക്ക് വെദർ ദ സെറ്റ് എസ് ഈക്വൽ ടു സെറ്റ് 0 1 itself is a group or not with respect to the same operation addition modulo 4. So to check whether the set is a group, you have to check all the properties of a group. Then first property is the operation should be binary. Binary means that 0*0 equal to 0. There is no problem. 0*1 is 1. 1 is also is in the set. There is no problem. Then what about 1*1? 1*1 is here 2. But the element 2 is not in the set S. Therefore, the operation addition modulo 4 is not a binary operation, or it is not closed with respect to this set. Set S equal to set 0 1. Therefore, S equal to set 0 1 is not a group with operation addition modulo 4. Then what about the subset S equal to set 0 2? സെറ്റ് 0 2 ഇതേപോലെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 0*0 ചെയ്താൽ നിങ്ങൾ 0 കിട്ടുന്നുണ്ട്. ദർ ഇസ് നോ പ്രോബ്ലം. ദെൻ 0*2 is 2, 2*2 is 0, 2*0 is 2. So if you take any pair of elements from this set and we perform the operation addition modulo 4, the resulting element also belongs to the set S itself, that is set 0 2 itself. Okay, therefore the operation is binary. ഇനി നമുക്ക് നോക്കേണ്ടത് ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കണം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞത് തന്നെ സെറ്റ് 4 അഡിഷൻ മോഡുലോ 4 ഒരു ഗ്രൂപ്പാണ്. അതിന്റെ ഒരു സബ്സെറ്റ് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. സെറ്റ് 4ലെ എല്ലാ എലമെന്റ്സും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു അഡിഷൻ മോഡുലോ 4 സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ദിസ് സെറ്റ് ദ എലമെന്റ്സ് ഓഫ് ദിസ് സെറ്റ് എസ് ഈക്വൽ ടു സെറ്റ് 0 2 ഓൾസോ സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് നോക്കാനുള്ളത് എല്ലാ എലമെന്റ്സ് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുണ്ട്. സോ വാട്ട് വിൽ ബി ദ അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് ദ ഗ്രൂപ്പ് ഹിയർ? സെറ്റ് 4ലെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. Okay, and that 0 belongs to S also. Therefore 0 is the additive identity of the set. Then what will be the inverse of each of the elements? What will be the inverse of 0? Zeros നമ്മൾ inverse of 0 എന്താണെന്ന് അറിയണമെങ്കിൽ 0 അഡിഷൻ മോഡുലോ 4 എന്ത് ചെയ്താലാണ് നമുക്ക് ഐഡന്റിറ്റി ആയ 0 തന്നെ കിട്ടുക എന്നാണ് നോക്കേണ്ടത്. Answer will be 0. So the inverse of 0 is 0 itself. Then 2 addition modulo 4, what will give the result as 0? We can see that 2 addition modulo 4 2 ചെയ്തു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 0 ആണ്. So again 2 addition modulo 4 2 equal to 0. So inverse of 2 is 2 itself. So this 2 also belongs to this set. So each of the elements of the set S has inverse which belongs to the set itself. Therefore, this set satisfies all the properties of a group. So, this set S equal to set 0 2 is actually a subset of set 4 and it satisfies all the properties of a group by itself. Okay. Then, this S equal to set 0 2 is called a subgroup of set 4. ഒരു സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ അത് സെറ്റ് 4ന്റെ ഒരു സബ്സെറ്റ് ആവണം. അതിന് കൂടെ അത് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദ സെയിം ഓപ്പറേഷൻ ഇൻ സെറ്റ് 4 ഇറ്റ് വിൽ ബി എ ഗ്രൂപ്പ്. അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഈ സബ്സെറ്റ് ഒരു സബ് ഗ്രൂപ്പ് ആണ് എന്ന് പറയാറുള്ളത്. ആൻഡ് വാട്ട് അബൌട്ട് ദ സെറ്റ് എസ് ഈക്വൽ ടു സെറ്റ് 0 3? ഇതേപോലെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതേ ഉള്ളൂ. 0 3 ആണ് നമ്മൾ എടുക്കണമെങ്കിൽ 3*3 ചെയ്ത് നോക്കുക. 3*3 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആണ്. ബട്ട് 2 doesn't belongs to this set S. Therefore, S equal to set 0 3 is not a subgroup of set 4. Okay, അത്തരത്തിലാണ് നമ്മൾ സബ് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാറുള്ളത്. Let G be a group and let S be a subset of G.
if for all AB belongs to S, if it is true that the product A star B computed in G is lies in S, then S is closed under the operation star of G. The binary operation on S thus defined is called the induced operation on S from G. അതായത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ പെർഫോം ചെയ്യാനുള്ള ഓപ്പറേഷൻ നമ്മൾ എസിലേക്ക് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എസ് ജിയുടെ ഒരു സബ്സെറ്റ് ആണ്, എസിലേക്ക് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഓപ്പറേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിങ് എലമെന്റ്സ് നമുക്ക് ആൻസർ ആയി കിട്ടുന്ന എലമെന്റ് എസിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയാം, ഓപ്പറേഷൻ ഇസ് എൻ ഇൻഡ്യൂസ്ഡ് ഓപ്പറേഷൻ ഓൺ എസ് എന്ന് പറയാറുള്ളത്. സോ വി ക്യാൻ ഡിഫൈൻ വാട്ട് ഇസ് എ സബ് ഗ്രൂപ്പ് ഇസ് if a subset H of a group G is closed under the binary operation of G, and if H with a induced operation from G is itself a group, then H is a subgroup of G. അതായത് H ജിയുടെ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ H is a subgroup of G and itself it is a group under the operation which is in the group G. Okay, then we say that H is a subgroup of G and it is denoted by this symbol. H is a subgroup of G. So let's check whether the Z4 addition modulo 4 has subgroups of order 3. നമ്മൾ പറഞ്ഞു Z4ന്റെ ആകെ ഒരു സബ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ഓർഡർ 2 ആയിട്ട്, അത് Z02 ആയിരുന്നു. ബാക്കിയുള്ള ഒരു രണ്ട് എലമെന്റ് ഉള്ള ഏത് സബ്സെറ്റ് നിങ്ങൾ Z4 എടുത്തു കഴിഞ്ഞാലും അതൊന്നും സബ് ഗ്രൂപ്പ് ആവാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം എലിമെന്റ് എടുക്കുന്നത് 2, 3 ഈ ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം വൺ ഓഫ് ദ എലമെന്റ്സ് മസ്റ്റ് ബി ദ ഐഡന്റിറ്റി 0. 0 ഉള്ള ഒരു എലമെന്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 0യുടെ കൂടെ വരുന്ന എല്ലാ പോസിബിലിറ്റീസ് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്തു. അതിന് നമുക്ക് ആകെ പറ്റിയത് 02 എന്ന സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സബ് ഗ്രൂപ്പ്. All other subsets are not subgroups of Z4, okay, of order 2. And what about the subgroups of Z4 or of order 3? Order 3 ആയിട്ടുള്ള സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ കൺസിഡർ ചെയ്യുന്നത് Z012 മൂന്ന് എലമെന്റ് ഉള്ള ഒരു സബ്സെറ്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഈ സബ്സെറ്റ് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം, ആദ്യം തന്നെ ബൈനറി ഓപ്പറേഷൻ ശരിയാവുമോ എന്ന് നോക്കണം. സോ വി വിൽ ചെക്ക് 0, 1, 2 വരെ എടുത്തതുകൊണ്ട് ആക്ച്വലി നമുക്ക് ഈ ടേബിളിൽ ഇത്രയും പോർഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടി വരിക. അതായത് 0, 1, 2 ഉൾപ്പെടുന്ന ഓപ്പറേഷൻസ് എല്ലാം ഈ കാണുന്ന ഹൈലൈറ്റ് ചെയ്ത ഭാഗത്തിന്റെ ഉള്ളിലാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാം 1 star 2 ചെയ്താൽ ആൻസർ ആയിട്ട് വരുന്നത് 3 ആണ്. പക്ഷെ 3 എന്ന് പറഞ്ഞത് നമ്മൾ എടുത്ത സെറ്റിൽ ഇല്ല. Therefore this is not a subgroup of G. Z4. അതേപോലെ വേറെ എക്സാമ്പിൾ എടുത്തു നോക്കാം. ഏത് എക്സാമ്പിൾ എടുക്കുകയും ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടായേ പറ്റുള്ളൂ, എങ്കിലേ അത് സബ് ഗ്രൂപ്പ് ആവുകയുള്ളൂ. 0യും 2ഉം 3യും എടുത്തു എന്ന് വിചാരിക്കാം. Then what about 2 star 3? 2 star 3 ചെയ്താൽ ആൻസർ 1 ആണ് കിട്ടുന്നത്. But 1 doesn't belongs to this set. Therefore Z023 is not a subgroup of Z4. അത്തരത്തില് നമ്മൾ ഏത് 3 എലമെന്റ്സ് ഉള്ള ഏതൊരു സബ്സെറ്റ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും that cannot be a subgroup of Z4. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി അത് വയലേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. Therefore Z4 addition modulo 4 has no subgroups of order 3. And what about the subgroups of order 1 and 4? The subgroup of order 1 is evidently the set 0 itself. അതായത് set 0 മാത്രമുള്ള ഐഡന്റിറ്റി മാത്രമുള്ള ഒരു സബ്സെറ്റ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കാം. ഇത്തരം സബ് ഗ്രൂപ്പ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് ദ ട്രിവിയൽ സബ് ഗ്രൂപ്പ്. ട്രിവിയൽ സബ് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് ദ ഐഡന്റിറ്റി എലമെന്റ്സ് ഓൺലി. ഗ്രൂപ്പിലുള്ള ഐഡന്റിറ്റി എലമെന്റ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന സബ് ഗ്രൂപ്പ് ആണ് ട്രിവിയൽ സബ് ഗ്രൂപ്പ്. ഇനി സെറ്റ് 0, 1, 2, 3 Z4ലുള്ള എല്ലാ എലമെന്റ്സും ഞാൻ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. ആക്ച്വലി ദിസ് സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് Z4. പക്ഷെ നമ്മൾ ഇതിനെ ഈ സബ്സെറ്റിനെ പറയാറുള്ളത് തന്നെ ഇറ്റ്സ് എ ഇംപ്രോപ്പർ സബ്സെറ്റ് ആണ് Z4ന്റെ. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന സബ് ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇറ്റ് ഈസ് ദ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് Z4. സോ Z4ന് ഓർഡർ 1 ആയിട്ടുള്ള ഒരേ ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാവും, ദാറ്റ് ഇസ് എ ട്രിവിയൽ സബ് ഗ്രൂപ്പ്. അതേപോലെ ഓർഡർ 4 ആയിട്ടുള്ള ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാവും, ദാറ്റ് ഇസ് എ ഇംപ്രോപ്പർ സബ് ഗ്രൂപ്പ്. ഏതൊരു ഗ്രൂപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും that has a trivial subgroup which contains the identity element itself, and it has a improper subgroup which contains all the elements of the group. സോ അത്തരത്തിൽ നമുക്ക് Z4ന്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓർഡർ 2 ആയിട്ടുള്ള Z02 എന്ന് പറഞ്ഞ സബ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. There is no subgroups of order 3 and subgroup of order 4 is Z4 itself, and subgroup of order 1 is the trivial subgroup Z0. Now we have another group construction here, the clean 4 group. It is familiar to you now. It is a group table for clean 4 group. And let us check the subgroups of clean 4 group. So first of all, we will check set E. We know that it is a trivial subgroup of V, the clean 4 group. Identity element മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഗ്രൂപ്പ്. ഇനി നമുക്ക് രണ്ട് എലമെന്റ് ഉള്ള ഒരു സബ് ഗ്രൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സെറ്റ് ഇ എ മാത്രം എടുത്തു എന്ന് വിചാരിക്കാം.
Then EA എടുത്തു കഴിഞ്ഞാൽ we have to check this part from the table. അതായത് E star E ചെയ്താൽ E star A is A star E is A, and A star A is E. Therefore, the operation is closed. If we take any pair of elements from this set, then the resulting element also belongs to this set. Therefore, the operation is binary. There is no problem. An identity element E is here, and the operation is associative since it's a subset of subgroup. Since the elements are taken from the clean 4 group, clean 4 group is already a group. Therefore, it is operation as associative. ഇനി എന്തുകൂടെ നോക്കാനുള്ളൂ? Every element has inverse എന്ന പ്രോപ്പർട്ടി കൂടെ നോക്കണം. What will be the inverse of the identity element E? ഇയുടെ ഇൻവേഴ്സ് പറഞ്ഞാൽ ഇ തന്നെയായിരിക്കും, കാരണം ഇ സ്റ്റാർ ഇ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇ ആണ്. അപ്പോൾ ഇ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ഇ. ഏതൊരു കേസ് എടുത്തു കഴിഞ്ഞാലും ഐഡന്റിറ്റി എലമെന്റിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് തന്നെയായിരിക്കും. ആൻഡ് വാട്ട് വിൽ ബി ദ ഇൻവേഴ്സ് ഓഫ് എ? വി വിൽ ചെക്ക് ദാറ്റ് എ സ്റ്റാർ വിച്ച് എലമെന്റ് ഗിവ്സ് ഇ. ഹിയർ എ സ്റ്റാർ എ ചെയ്താൽ നമുക്ക് ഇ ആണ് കിട്ടുന്നത്. ദെർഫോർ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. എ സ്റ്റാർ എ ചെയ്താൽ ഐഡന്റിറ്റി കിട്ടുന്നത് കൊണ്ട് ഇൻവേഴ്സ് ഓഫ് എ ഇസ് എ itself. Therefore, this A belongs to the set. Therefore, every element has inverse which belongs to the set itself. Therefore, set EA satisfies all the properties of a group. Therefore, this is a subgroup of V with operation star. Then we can check another subgroup subset, set EB. ഇതേപോലെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ we can check that B star B ചെയ്താൽ E ആണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇൻവേഴ്സിന് ഒന്നും കുഴപ്പം വരില്ല. Set EB is a subgroup of V. Similarly, set EC also is a subgroup of V. പക്ഷെ നമുക്ക് 3 എലമെന്റ്സ് ഉള്ള ഒരു സബ്ഗ്രൂപ്പ് ഇത്തരത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വിചാരിക്കാം. സോ 3 എലമെന്റ് ഉള്ള ഒരു സബ്ഗ്രൂപ്പ് ഉണ്ടാകണം. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ടേക്ക് സെറ്റ് ഇ എ ബി. ഈ കാണുന്ന സബ്സെറ്റ് എടുത്തു എന്ന് വിചാരിക്കാം. സെറ്റ് ഇ എ ബി. ദെൻ വാട്ട് ഹാപ്പൻസ്? എ സ്റ്റാർ ബി ചെയ്താൽ നമുക്ക് ആൻസർ സി ആണ് കിട്ടുന്നത്. ബട്ട് സി ഡസന്റ് ബിലോങ്സ് ടു ദിസ് സെറ്റ്. അപ്പോൾ ദ ഓപ്പറേഷൻ ഇസ് നോട്ട് ബൈനറി. ബൈനറി അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റ് ഓപ്പറേഷൻ, മറ്റ് എലമെന്റ്സ് ഒന്നും, മറ്റ് പ്രോപ്പർട്ടീസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ എടുക്കുന്നത് ഇ ബി സി ആണെങ്കിലോ, ബി സ്റ്റാർ സി ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക എ എന്നാണ്. ബട്ട് എ doesn't belongs to this set. We have already stated a property of plane 4 group that if we take 2 non-identity elements, the star operation provides the third non-identity element. ഏത് രണ്ട് നോൺ ഐഡന്റിറ്റി എലമെന്റ് സിയും എയും ആണ് നിങ്ങൾ എടുക്കണമെങ്കിൽ അടുത്ത നോൺ ഐഡന്റിറ്റി എലമെന്റ് ആയ ബി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അത്തരത്തില് നമുക്ക് എന്ത് ഉണ്ടാക്കാൻ പറ്റില്ല? 3 എലമെന്റ്സ് ചേർത്തുകൊണ്ടുള്ള ഒരു സബ്സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇറ്റ് cannot be a subgroup of clean 4 group because the operation is not binary. Therefore, clean 4 group has no subgroups of order 3. നമ്മളിവിടെ പറഞ്ഞത്. And what will be the subgroup of order 4? It is clearly the whole V itself. Therefore, these are the subgroups of clean 4 group. Subgroup of order 1 is the trivial subgroup set E containing only the identity element. Subgroups of order 2 are set EA, set EB and set EC. And there are no subgroups of order 3, and subgroups of order 4 is V itself. This is a subgroup diagram for Z4 and the clean 4 group V. Subgroup diagram helps us to see all the subgroups of a group in a single figure. Okay, ഇവിടെ Z4 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z4ന്റെ ഒരു ട്രിവിയൽ സബ്ഗ്രൂപ്പ് ആണ് Z0 എന്ന് പറയുന്നത്. Z02 is another proper subgroup and Z4 is a improper subgroup of Z4. സോ നമ്മൾ Z4ന്റെ എല്ലാ സബ്ഗ്രൂപ്പ്സും ഈ ഒരു ഫിഗറിലൂടെ ഇവിടെ സൂചിപ്പിച്ചു. അതേപോലെ ക്ലീൻ 4 ഗ്രൂപ്പ് എടുത്തു എന്ന് വിചാരിക്കാം. ക്ലീൻ 4 ഗ്രൂപ്പ് ഹാസ് നോ സബ്ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 3. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 എലമെന്റ്സ് ഉള്ള സബ്ഗ്രൂപ്പ്സിനെ കുറിച്ചാണ്. ക്ലീൻ 4 ഗ്രൂപ്പ് ഹാസ് 3 subgroups of order 2. These are EA, EB and EC. And set E is actually a subset of all these. And we have this figure for the subgroup diagram of the clean 4 group. ആദ്യം B എഴുതി, അതിനുശേഷം Bയുടെ പ്രോപ്പർ സബ്ഗ്രൂപ്പ്സ് ആയ EA, EB, EC എഴുതി, അതിന്റെയൊക്കെ സബ്സെറ്റ് ആയിട്ടുള്ള അടുത്ത ട്രിവിയൽ സബ്ഗ്രൂപ്പിനെ നമ്മൾ ഏറ്റവും അടിയിൽ എഴുതി. So this is the subgroup diagram for the clean 4 group. We have studied about the subgroups of Z4 and the clean 4 group V. And now suppose G is an arbitrary group and H is a subset of G. We have to check whether the subset is a subgroup of G. This is the theorem which is going to help us in this regard. Theorem says that a subset H of a group G is a subgroup of G if and only if H is closed under the binary operation of G. The identity element E of G is in H. For all A belongs to H, it is true that A inverse belongs to H also.
ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നോക്കിയാൽ നമുക്കറിയാം ആക്ച്വലി നമ്മൾ എച്ച് ഒരു ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത പ്രോപ്പർട്ടീസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒരു പ്രോപ്പർട്ടി കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. എച്ച് വിത്ത് റെസ്പെക്ട് ടു ദ ഓപ്പറേഷൻ സ്റ്റാർ ഇസ് അസോസിയേറ്റീവ് ഇൻ എച്ച് എന്നുകൂടെ നമുക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. ആ ഒരു കണ്ടീഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല. ബാക്കി പറഞ്ഞിരിക്കുന്നത് എച്ച് ഒരു സബ് ഗ്രൂപ്പ് ജി എന്ന ഒരു ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് us prove the theorem. First suppose that H is a subgroup of G. H ഒരു subgroup of G ആണെങ്കിൽ we know that H itself is a group. Then clearly H satisfies all these conditions. H subgroup ആവണമെങ്കിൽ അത് തന്നെ ഒരു ഗ്രൂപ്പ് ആയിരിക്കണം. ഗ്രൂപ്പ് ആണെങ്കിൽ that will be the operation will be binary. Then identity element must belongs to H, and for all elements of H, its inverse also belongs to H. Therefore, these conditions are clearly satisfied if H is a subgroup of G. Conversely, since we suppose that H is a subset of G and conditions 1, 2, 3 and are hold. ഈ മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഉള്ള ഒരു സബ്സെറ്റ് ആണ് എച്ച് എന്ന് വിചാരിക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആണെന്നാണ്. എച്ച് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഈ മൂന്ന് കണ്ടീഷൻസിന്റെ കൂടെ ഒരു കണ്ടീഷനും കൂടി ശരിയാവാനുള്ളൂ, വിച്ച് ഇസ് ദ അഡീഷണൽ കണ്ടീഷൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സ്റ്റാർ ഇസ് അസോസിയേറ്റീവ് എന്ന ഒരു പ്രോപ്പർട്ടി കൂടെ ശരിയായി കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് എച്ച് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇവിടെ നമ്മൾ ഈ പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെടുക്കണം? ആക്ച്വലി മൂന്ന് എലമെന്റ്സ് എ ബി സി ബിലോങ്സ് ടു എച്ച് നമ്മൾ കൺസിഡർ ചെയ്യണം. And we have to show that A star of B star C equal to A star B star C. But we know that H is a subset of G. നമ്മൾ ആദ്യം H എടുത്തിരിക്കണം അങ്ങനെയാണ്. So ABC belongs to H ആണെങ്കിൽ since H is a subset of G, this ABC belongs to G also. Okay. Since G is a group, this property is satisfied. Therefore, all the elements of the operation star is associative in H also. H ലുള്ള മൂന്ന് എലമെന്റ്സ് ആണ് എ ബി സി എങ്കിലും ഈ പ്രോപ്പർട്ടി എ ബി സി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ഈ എലമെന്റ്സ് ജിയുടെ കൂടെയുള്ള എലമെന്റ്സ് ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ജിയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ ആക്ച്വലി സബ് ഗ്രൂപ്പ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രൂപ്പിന്റെ സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എക്സ്ട്രാ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമുക്ക് ഈ തിയറത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. So, associative property satisfy ചെയ്യുന്നത് കൊണ്ട് we can conclude that H is a subgroup of G. So, this is a theorem which helps us to check whether a subset of a group G is a subgroup or not. മൂന്ന് properties ആണ് satisfy ചെയ്യേണ്ടത്. H closed under the operation ആയിരിക്കണം. Then identity element H ഉണ്ടായിരിക്കണം. H ലുള്ള ഏത് element എടുത്താലും അതിന്റെ inverse H തന്നെ ഉണ്ടായിരിക്കണം. And there is no need to check the associative property. From the previous theorem, we identified the conditions under which the subset of a group becomes a subgroup of the group. Now we are going to construct a subgroup of a group. Suppose G is a group. We have to construct a subgroup of G. So we will start in the samaya. Let us take only the identity element E. And it is the trivial subgroup of G. We have already discussed this. Identity മാത്രമുള്ള subgroup we trivial subgroup എന്ന് വിളിക്കുന്നു. ഈ ട്രിവിയൽ അല്ലാത്ത ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ ഐ ടേക്ക് ആൻ എലമെന്റ് എ ബിലോങ്സ് ടു ജി. എ എന്ന എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന വിധത്തിൽ ഒരു സബ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കാം. സോ വൺ ഓഫ് ദ എലമെന്റ് മസ്റ്റ് ബി എ. എച്ച് ആണ് നമ്മുടെ സബ് ഗ്രൂപ്പ് എന്ന് വിചാരിക്കാം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സബ് ഗ്രൂപ്പ് എച്ച് ആണെന്ന് വിചാരിക്കാം. ഇഫ് എ ബിലോങ്സ് ടു എച്ച് ദെൻ എ സ്റ്റാർ എ ഓൾസോ ബിലോങ്സ് ടു എച്ച്. കാരണം ഓപ്പറേഷൻ ബൈനറി ആവണം എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് സബ് ഗ്രൂപ്പ് ആവാനുള്ള. എ സ്റ്റാർ എ എന്നതിനെ നമ്മൾ സാധാരണ എ സ്ക്വയർ എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കുന്നു. എ സ്ക്വയർ മീൻസ് ഇറ്റ് ഇസ് എ സ്റ്റാർ എ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ അതായത് എ സ്റ്റാർ എ എടുത്തു കഴിഞ്ഞാൽ അതും എച്ചിൽ ഉണ്ടായിരിക്കണം. അതായത് എ സ്ക്വയർ സ്റ്റാർ എ ചെയ്താൽ നമുക്ക് കിട്ടുക എ റേസ് ടു 3 ആയിരിക്കും. ഇറ്റ് ഓൾസോ ബിലോങ്സ് ടു എച്ച്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എച്ച് മസ്റ്റ് കണ്ടെയ്ൻ ഓൾ ദ പോസിറ്റീവ് പവേഴ്സ് ഓഫ് എ. ഓക്കെ, ദെൻ എച്ച് മസ്റ്റ് കണ്ടെയ്ൻ ദ ഐഡന്റിറ്റി എലമെന്റ്. Now here A എന്നതിനെ എനിക്ക് വേണമെങ്കിൽ A raised to 1 എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കാം. ഇനി നമുക്കറിയാം ഐഡന്റിറ്റി മസ്റ്റ് ബിലോങ്സ് ടു ദ സബ് ഗ്രൂപ്പ്. ഐഡന്റിറ്റിയെ നമ്മൾ A raised to 0 എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, then if A belongs to the subgroup H, A inverse also must belongs to H. A inverse എന്നതിനെ നമ്മൾ A raised to -1 എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിച്ചു എന്ന് വിചാരിക്കാം. A raised to 1 belongs to H ആയിരിക്കണം. അതായത് അതിനെ നമ്മൾ ഇവിടെ എഴുതാം A raised to -1 ഉണ്ടായിരിക്കണം. A raised to -1 belongs to H ആണെങ്കിൽ A raised to -1
സ്റ്റാർ എ റേസ് ടു -1 ചെയ്താൽ അതും എച്ചിൽ ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ സാധാരണ എ റേസ് ടു -2 എന്ന സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കണം. So a raised to -2 also must belongs to H. Likewise, all the negative integral powers of A must also belongs to H. അപ്പോൾ ഇപ്പോൾ നമ്മൾ എച്ച് എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ജിയുടെ. ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് എയുടെ എല്ലാ ഇന്റഗ്രൽ പവേഴ്സുമാണ്. എച്ചിനെ നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ എഴുതാം. എച്ച് is equal to set of all a raised to n such that n belongs to z, set of integers. ഇത്തരത്തിലുള്ള ഒരു സെറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. Now we are going to check whether it becomes a subgroup of G. ഇത് ജിയുടെ ഒരു സബ്സെറ്റ് ആണെന്നല്ല നമുക്കറിയാം. ഇതിലെ എലമെന്റ്സ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആർബിട്രറി ആയിട്ട് ഒരു എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതായത് ഏത് പറഞ്ഞ എലമെന്റിന് നമുക്ക് എ റേസ് ടു 1 എന്ന് എഴുതാം. പക്ഷേ എ റേസ് ടു 1 ഉണ്ടെങ്കിൽ എ റേസ് ടു 2ഉം എ റേസ് ടു 3ഉം ഒക്കെ ഉണ്ടായേ പറ്റൂ. ഇനി ഇത് സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം. ഐഡന്റിറ്റി നമ്മൾ എ റേസ് ടു 0 എന്ന സിമ്പിൾ ഉപയോഗിച്ച് സൂചിപ്പിച്ചു. ദെൻ എ റേസ് ടു 1 ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. ഇൻവേഴ്സിനെ നമ്മൾ സൂചിപ്പിച്ച ലെറ്റർ ആണ് എ റേസ് ടു -1. എ റേസ് ടു -1 ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും ഉണ്ടാവണം. അതായത് എ റേസ് ടു -2, എ റേസ് ടു -3 ഒക്കെ ഉണ്ടാവണം. സോ ഈ എലമെന്റ്സ് മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ്സെറ്റ് ആണ് എച്ച് എന്ന് വിചാരിക്കാം. Whether H becomes a subgroup of G. That is the next theorem we are going to discuss. Let us explore the theorem. Let G be a group and let A belongs to G. Then H equal to set of all A raised to n such that n belong to Z is a subgroup of G and is the smallest subgroup of G that contains A. That is, every subgroup containing small a contains all the elements of H. So, നമുക്ക് കാണിക്കേണ്ടത് H എന്ന സബ്സെറ്റ് ജിയുടെ ഒരു സബ്സെറ്റ് ആണ് H. എച്ചിലുള്ള എല്ലാ എലമെന്റ്സും ജിയിലുള്ള എലമെന്റ്സ് ആണ്. കാരണം എച്ചിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് സ്മോൾ എയുടെ പവേഴ്സ് ആണ്. സ്മോൾ എ എന്ന് പറയുന്നത് ജിയിലുള്ള ഒരു എലമെന്റ് ആയതുകൊണ്ട്, ജി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് എ ഉണ്ടെങ്കിൽ എ സ്റ്റാർ എ ഉണ്ടാവണം, എ സ്റ്റാർ എ ഉണ്ടാവണം, എക്സെട്ര എയുടെ ഏത് പവറും ജിയിൽ ഉണ്ടാവണം. സോ നമ്മൾ ഈ എടുത്തിരിക്കുന്ന എച്ച് ജിയുടെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. Okay, so we take two elements from H. Let A raised to R and A raised to S. Both are two elements of H. H എന്ന സെറ്റ് ഒരു സബ് ഗ്രൂപ്പ് ആവണമെങ്കിൽ ആദ്യമായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ ഓപ്പറേഷൻ ബൈനറി ആയിരിക്കണം. അതായത് എച്ചിൽ നിന്ന് നമ്മൾ രണ്ട് എലമെന്റ്സ് എ റേസ് ടു ആറും എ റേസ് ടു എസും എടുത്തു കഴിഞ്ഞാൽ എ റേസ് ടു ആർ സ്റ്റാർ എ റേസ് ടു എസ് ചെയ്താലും അത് എച്ചിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ എ റേസ് ടു ആർ എന്നതുകൊണ്ട് ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് A star, etc. A star A R times 1. So this is R times. Okay. Star A raised to S എന്ന് പറഞ്ഞാൽ again A star, etc. Star A S times. So if we take again the star of these two elements, we will get A star, etc. A R plus S times. That is, this is equal to A to the power R plus S. If R and S, A raised to R and A raised to R two elements of H, where this R comma S belongs to Z, set of all integers, then we can conclude that R plus S also belongs to Z. Therefore, A raised to R plus S belongs to H. കാരണം എച്ചിലുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എയുടെ ഒരു ഇന്റഗ്രൽ പവർ ആണ്. ഇവിടെ A raised to R plus S എന്ന് പറഞ്ഞത് R plus S again സെറ്റിലുള്ള എലമെന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, A raised to R plus S ഉം എച്ചിലുള്ള എലമെന്റ് ആണ്. സോ ഇവിടെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു, ഓപ്പറേഷൻ ബൈനറി ആണ് എന്ന് പ്രൂവ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കാണിക്കേണ്ട കണ്ടീഷൻ. രണ്ടാമതായിട്ട് നമുക്ക് കാണിക്കേണ്ടത് ഈ സെറ്റ് ഐഡന്റിറ്റി എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കണം. ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ സെറ്റിൽ നിന്ന് ഒരു എലമെന്റ് എ റേസ് ടു ആർ എന്ന ഒരു ആർബിട്രറി എലമെന്റ് ഞാൻ എടുക്കുന്നു. സ്റ്റാർ സംതിങ് ചെയ്തു കഴിഞ്ഞാൽ ആൻസർ ആയിട്ട് എനിക്ക് വീണ്ടും എ റേസ് ടു ആർ തന്നെ കിട്ടണം. സോ വാട്ട് വിൽ ബി ദ എലമെന്റ് ഹിയർ? ഏത് എലമെന്റ് ഇട്ടാൽ മതിയോ? നമ്മൾ എ റേസ് ടു 0 എന്ന എലമെന്റ് ഇട്ടാൽ മതി. Again 0 belongs to Z, therefore A raised to 0 belongs to the set H. So here A raised to 0 is the identity element which belongs to H. So H contains the identity element also. Okay. ഇനി ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളൂ. തേർഡ് കണ്ടീഷൻ is we have to show that if we take an element A raised to R from H, we have to find an inverse of the element A raised to R. How can we find the inverse? We have to find an element such that A raised to R star something should result in the identity A raised to 0. Here A raised to 0 is the identity. So what will be the element here? Yes, it is A raised to minus R.
That is a raised to r star a raised to minus r gives a raised to 0, which is the identity. Therefore, the inverse of a raised to r is a raised to minus r. And since r belongs to z, minus r also belongs to z. Therefore, this a raised to minus r belongs to h. So, h, all the elements of h contains the inverse element which belongs to h also. Therefore, h contains all the properties which we want to prove to show that h is a subgroup of G. Therefore, here h is equal to set of all a raised to n such that n belong to z is a subgroup of G. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത് ജിയിൽ നിന്ന് ആർബിട്രറി ആയിട്ട് നമ്മൾ ഒരു എലമെന്റ് എടുത്ത ശേഷം അതിന്റെ എഴുതാവുന്ന എല്ലാ ഇന്റഗ്രൽ പവേഴ്സും എഴുതി കഴിഞ്ഞിട്ട് ഒരു സെറ്റ് നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ സബ് ഗ്രൂപ്പ് ഓഫ് ജി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. We have to prove one more fact here. Every subgroup containing the element A contains capital H. അതിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് if we take a subgroup of G, say K is a subgroup of G which contains the element small a. Then since K is a subgroup, it must contain all the powers of A. That is, if A belongs to K, since the operation must be binary, A star A belongs to K, A star A belongs to A, etc. Therefore, A raised to n belongs to K for every n belongs to Z. If A belongs to K, then all the integral powers of A also must belongs to K. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടി? കെ എ എന്ന എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സബ് ഗ്രൂപ്പ് ആണ് കെ എങ്കിൽ കെയില് എയുടെ എല്ലാ ഇന്റഗ്രൽ പവേഴ്സും ഉണ്ടായിരിക്കണം. അതായത് ഈ എച്ചിലുള്ള എല്ലാ എലമെന്റ്സും ഉണ്ടായിരിക്കണം. കെയില് എച്ചിലുള്ള എലമെന്റ്സിനെ കൂടാതെ മറ്റ് എലമെന്റ്സും ഉണ്ടായേക്കാം. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. പക്ഷെ എന്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? എ എന്ന എലമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, ജിയുടെ ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും ആ സബ് ഗ്രൂപ്പിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് എച്ച് എന്ന് പറയുന്ന സെറ്റ് ഉണ്ടാവും. അതായത് വേറൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവറി സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ കണ്ടെയ്ൻസ് ദ സെറ്റ് ക്യാപിറ്റൽ എച്ച്. Now let us define what is a cyclic subgroup. Let G be a group and let A belongs to G. Then H equal to set of all A raised to n such that n belong to Z is a subgroup of G and is the smallest subgroup of G that contains H. That what we have proved in the previous theorem. That is, every subgroup containing A contains capital H. Here H is the cyclic subgroup of G generated by A and it is denoted by this symbol. So this is the cyclic subgroup of G generated by the element small a. That is, set of all A raised to n such that n belongs to Z. ഇതിനെയാണ് നമ്മൾ ഒരു cyclic subgroup generated by this element small a എന്ന് വിളിക്കുന്നത്. Now let us have some discussion. Consider the group Z4 with addition modulo 4. ഇതിലുള്ള ഓരോ എലമെന്റും ഉണ്ടാക്കുന്ന cyclic subgroup എന്താണെന്ന് നമുക്ക് നോക്കാം. Cyclic subgroup generated by 0 എന്ന് പറഞ്ഞത് it is Z0 itself. Okay, കാരണം സീറോയുടെ ഏത് പവർ എടുത്താലും നിങ്ങൾക്ക് ആൻസർ 0 എന്ന് തന്നെയാണ് കിട്ടുക. വാട്ട് വിൽ ബി ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1? 1 ഉണ്ടാക്കുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം 1ന്റെ എല്ലാ പവേഴ്സും എഴുതണം. 1 raised to 0, 1 raised to 1, 1 raised to 2 അത്തരത്തിൽ നമ്മൾ എഴുതി പോവാണ് ചെയ്യുന്നത്. നെഗറ്റീവ് ഇൻഡിജേഴ്സും എടുക്കണം. 1 raised to 0 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ ഐഡന്റിറ്റി എലമെന്റ്. ഇറ്റ് ഈസ് ഹിയർ 0. ഓക്കെ, then that is adding. നമ്മുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിഷൻ മോഡുലോ 4 ആണ്. അതായത് നമ്മൾ 1 raised to 1 ആണ് ചെയ്യുന്നതെങ്കിൽ 1 മാത്രം. 1 raised to 2 ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1 അഡിഷൻ മോഡുലോ 4 1 ചെയ്യുന്നതിനെയാണ് നമ്മൾ സാധാരണ 1 raised to 2 എന്ന് വിളിക്കുന്നത്. 1 star 1. So this is equal to 2. കാരണം 1 plus 1 ചെയ്താൽ 2 ആണ്. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 തന്നെയാണ്. So 1 square എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. 1 raised to 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1 raised to 0 എന്ന് പറയുമ്പോൾ ആഡിങ് 1 0 ടൈംസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ബി 0. സോ 1 raised to 0 എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കിട്ടി. 1 raised to 1 എന്ന് പറയുമ്പോൾ ആഡ് ചെയ്യാൻ വേറെ എലമെന്റ് ഒന്നുമില്ല. ഇറ്റ് ഈസ് 1 itself. Then 1 raised to 2 എന്ന് പറയുന്നത് 2 കിട്ടി. Then 1 raised to 3 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 raised to 2ന്റെ കൂടെ പ്ലസ് സ്റ്റാർ ഒരു 1 കൂടെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 അഡിഷൻ മോഡുലോ 1 ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതായത് ആക്ച്വലി 1 plus 1 plus 1 ചെയ്യുന്ന അതേ ഇഫക്റ്റ് തന്നെയുള്ളൂ. ഇറ്റ് ഈസ് 3. Then 1 raised to 4 ചെയ്ത് കഴിഞ്ഞാൽ again 3 അഡിഷൻ മോഡുലോ 4 1 ചെയ്യണം. അപ്പൊ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1 raised to 4 ചെയ്താൽ നമുക്ക് കിട്ടാം 3യുടെ കൂടെ ഒരു പ്ലസ് 1 കൂടെ ചെയ്താൽ 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പവേഴ്സ് എഴുതുന്ന സമയത്ത് നമുക്ക് വീണ്ടും 0യിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു തിരിച്ചെത്തി. Then 1 raised to 5 എടുത്താൽ വീണ്ടും നിങ്ങൾക്ക് 1 കിട്ടും. ഇങ്ങനെ സൈക്ലിക്കലായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കും. സോ ദ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1 എന്ന് പറയുന്നത് ആക്ച്വലി 1ൽ സ്റ്റാർട്ട് ചെയ്തു 1 2 3 then 1 raised to 4 ആകുമ്പോഴേക്കും അത് 0 ആയിട്ട് മാറി. സോ ആക്ച്വലി അത് സെറ്റ് 4 ഉള്ള എല്ലാ എലമെന്റ്സും നമുക്ക് കിട്ടിയെന്ന് അർത്ഥം. അതേപോലെ നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. Then
2ന്റെ cyclic subgroup ഇതേപോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം 2 raised to 1 നമ്മൾ എഴുതണം. It is 2 itself. Then 2 raised to 2 എഴുതുമ്പോഴേക്കും അത് 2 addition modulo 4 2 ചെയ്താൽ നമുക്ക് ആൻസർ 0 എന്നാണ് കിട്ടുക. കാരണം 4 ആണ് കിട്ടുന്നത് ആഡ് ചെയ്താൽ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 0 ആണ്. 2 raised to 2 ചെയ്തപ്പോഴേക്കും നമുക്ക് ഐഡന്റിറ്റിയിൽ തിരിച്ചെത്തി. Then നിങ്ങൾ വീണ്ടും 2 raised to 3 ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 2 കിട്ടും. 2 0 2 0 എന്ന് പറഞ്ഞ് ഇത് സൈക്ലിക്കലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. So cyclic subgroup generated by 2 is 2 0. Likewise, we can see that cyclic subgroup generated by 3 is 3 ൽ സ്റ്റാർട്ട് ചെയ്തു. Then 3 addition modulo 4 3 എടുത്തു കഴിഞ്ഞാൽ 6 റിമൈൻഡർ 2 ആണ്. So 2 then 1 കിട്ടും. പിന്നെ നമുക്ക് 0 ൽ എത്തും. Actually the cyclic subgroup generated by 3 is Z4 itself. So here we can see that the cyclic subgroup generated by the elements 1 and 3 are Z4 itself. Therefore Z4 contains an element 1 such that cyclic subgroup generated by 1 equal to Z4. The group Z4 is said to be a cyclic group. ഒരു ഗ്രൂപ്പ് നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് പറയണമെങ്കിൽ അതിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് ജനറേറ്റ് ചെയ്യുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ദ എൻറ്റിയർ ഗ്രൂപ്പ് മുഴുവനായിട്ട് കിട്ടണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Z4നെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയ രണ്ട് എലമെന്റ്സ് Z4ന്റെ ഉള്ളിലുണ്ട്. They are 1 and 3. Therefore Z4 is a cyclic group. So how can we define a cyclic group? An element A of a group G generates G if the cyclic subgroup generated by A equal to G. നമ്മൾ ഒരു എലമെന്റ് ഉണ്ടാക്കുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എഴുതിയ സമയത്ത് അത് ജിയിലുള്ള എല്ലാ എലമെന്റ്സും ആ സബ് ഗ്രൂപ്പിൽ വരുന്നുണ്ടെങ്കിൽ ആ എലമെന്റിനെ നമ്മൾ ജനറേറ്റർ ഓഫ് ദ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. ഒരു ഗ്രൂപ്പിന് അത്തരത്തിൽ ഒരു ജനറേറ്ററെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ നമ്മൾ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. എ ഗ്രൂപ്പ് G is cyclic if there is some element A in G that generates G. Okay, then a group G cyclic ആണെങ്കിൽ സാധാരണ നമ്മൾ G equal to the cyclic subgroup generated by A എന്ന് എഴുതാം for some A belongs to G. So let us discuss the structure of cyclic groups. Let G star be a cyclic group. Then as we discussed earlier, G equal to cyclic subgroup generated by some element in G. Suppose G is a finite group of order n. Then what happens? G contains only finitely many elements. So cyclic subgroup generated by A becomes, we start with A raised to 1, then A raised to 2, etc. A raised to n minus 1. ഒരു particular stage എത്തുന്ന സമയത്ത് what happens? A raised to n becomes again the identity E. E A raised to 0 നമ്മൾ E എന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള എലമെന്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ ഈ എലമെന്റ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ Z4ൽ സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 1ന്റെ കേസിൽ നമ്മൾ കണ്ടു. നമ്മൾ 1ൽ സ്റ്റാർട്ട് ചെയ്തു, then 2 3 4 ആയപ്പോഴേക്കും വീണ്ടും 4 ആയപ്പോൾ അത് 0ലേക്ക് തിരിച്ചെത്തി, ഐഡന്റിറ്റിയിലേക്ക് എത്തി. ഇത്തരത്തിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഈ എലമെന്റ്സ് തിരിച്ച് ഐഡന്റിറ്റിയിലേക്ക് എത്തുന്നു, സൈക്ലിക്കലി റൊട്ടേറ്റ് ചെയ്തിട്ട്. Here the cyclic subgroup generated by A becomes A raised to 0, which is denoted by the identity E, then A raised to 1, A raised to 2, etc. A raised to n minus 1, where n is the smallest integer such that A raised to n equal to E. n is the smallest positive integer such that A raised to n equal to E. A raised to 0 E ആണ്. അതിനുശേഷം വരുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ ഏതാണോ അതാണ് n ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ജിയിൽ ആകെ n എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത് എന്നർത്ഥം. G ഒരു ഇൻഫിനിറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് set of all A raised to n ആയിരിക്കും, that such that n belongs to Z. So this is the general structure of a cyclic group. Here we have another example. Consider Z equal to set of all integers. Is Z cyclic? If yes, what are the generators? നമുക്ക് നോക്കാം, Z നെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് സെറ്റിൽ നിന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. For example, I take 1 belong to Z and we are going to write all the integral powers of 1. 1 raised to 0 നെ നമ്മൾ ഐഡന്റിറ്റി ആയിട്ട് വിളിക്കാം. ഇത് 0. ഇതിലുള്ള 0 എന്ന എലമെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് 1 raised to 0 എന്ന എലമെന്റ് ആണ്. So 1 raised to 0 is actually 0. Then 1 raised to 1, then 1 raised to 2, etc. 1ന്റെ എല്ലാ പോസിറ്റീവ് പവേഴ്സും എഴുതി, 1 raised to 0 എഴുതി. Then 1ന്റെ നെഗറ്റീവ് പവേഴ്സ് എഴുതാൻ പോവാണ്. 1 raised to -1, 1 raised to -2, etc. ഇത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ ഹോൾ Z കിട്ടുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. Here 1 raised to 0 is adding 1. ഇവിടെ സെറ്റിലുള്ള ഗ്രൂപ്പ് ആക്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡിഷൻ ആണ്. 1 raised to 0 means that adding 1 0 times, that is 0. 1 raised to 1 is adding 1 1 times, that is 1. 1 raised to 2 means that adding 1 2 times, that is 1 plus 1, that is 2. Then 1 cube becomes 3, etc. And what happens? 1 raised to -1. 1 raised to -1 is the notation used for the inverse of 1.
What is the additive inverse of 1? 1നെ നമ്മൾ ഏത് എലമെന്റുമായിട്ട് ആഡ് ചെയ്താലാണ് നമുക്ക് ഐഡന്റിറ്റി ആയി 0 കിട്ടുക? 1ന്റെ കൂടെ നമ്മൾ -1 ആഡ് ചെയ്യണം. സോ ആക്ച്വലി 1 റേസ് ടു -1 എന്ന നൊട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ എലമെന്റ് 1 ആണ്. അഡിറ്റീവ് ഇൻവേഴ്സ് ഓപ്പറേഷൻ അഡിഷൻ ആയതുകൊണ്ട് additive inverse of 1 ആണ്. That is -1. So 1 raised to -1 means that it is -1. Then 1 raised to -2 means that 1 raised to -1, 1 raised to -1 star 1 raised to -1. ഇതിനെയാണ് നമ്മൾ 1 raised to -2 എന്ന നൊട്ടേഷൻ കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. 1 raised to -1 എന്ന് പറഞ്ഞത് ഇവിടെ -1 ആണ് നമ്മൾ പറഞ്ഞു. ഇവിടെ സ്റ്റാർ എന്ന ഓപ്പറേഷൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് പ്ലസ് ആണ്. Again 1 raised to -1 is -1. So what happens? 1 raised to -2 എന്ന് പറഞ്ഞത് actually it is -2 here. So we have 1 raised to -2 is -2. Then 1 raised to -3 is -3, etc. So if we take all the integral powers of 1, actually we will get the set of all integers. Therefore 1 is a generator of z. Z നെ 1 അല്ലാതെ മറ്റ് generators നമുക്ക് കാണാൻ പറ്റുമോ? Z has another one generator also. It is -1. How -1 a generator of z? If we consider -1, ഇതേപോലെ നമ്മൾ എല്ലാ -1ന്റെ എല്ലാ പവേഴ്സും നമുക്ക് എഴുതി നോക്കാം. -1 raised to 0, then -1 raised to 1, -1 raised to 2, etc. Then here we have -1 raised to -1, -1 raised to -2, etc. Okay. Then as in the previous case, -1 raised to 0 means that adding -1 0 times, it is 0. -1 raised to 1 is actually -1. -1 raised to 2 is -1 raised to 2. It means that -1 star -1. -1നെ 2 times നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് അർത്ഥം. -1 star -1. And it is here the operation star is addition. So -1 plus -1. So what will we get? It is -2. So -1 raised to 2 means that it is -2, etc. Then what happens? -1 raised to -1. -1 raised to -1 is a notation used for the inverse of -1. What is the additive inverse of -1? It is 1. So -1 raised to -1 is a notation used for 1. So here we have -1 raised to 1 is 1. Then -1 raised to -2 means that -1 star -1, that is this 2, etc. Okay, so what we'll get, if we take all the integral powers of -1, we will again get the set of all integers. Okay, so -1 is also a generator of z. So the z set has two generators, 1 and -1, and z is cyclic. And what about the z, 3z set of all third multiples of integers? എല്ലാ ഇന്റിജേഴ്സിനെയും നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലുള്ള ഒരു സെറ്റ് ആണ് 3z എന്ന നൊട്ടേഷൻ കൊണ്ട് സൂചിപ്പിക്കുന്നത്. Is it cyclic? ഇപ്പൊ നമുക്ക് നോക്കിയാൽ അറിയാം ഇത് സൈക്ലിക് ആണ്. ഇതിന്റെ ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് 3ഉം -3ഉം ആയിരിക്കും. മുമ്പ് പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ നമുക്ക് എടുക്കാൻ പറ്റും. 3യുടെ എല്ലാ പവേഴ്സും നിങ്ങൾ എഴുതി നോക്കാം. 3 raised to 0 എന്ന് പറയുന്നത് ആഡിങ് 3 0 ടൈംസ് ആണ്. അതിനെയാണ് നമ്മൾ 0 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. Then 3 raised to 1 is 3, 3 raised to 2 is 3 plus 3, that is 6, etc. Then 3 raised to -1 is the additive inverse of 3, that is -3, then -6, etc. So 3 ഉപയോഗിച്ച് നമുക്ക് 3z ഉള്ള എല്ലാ എലമെന്റ്സിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. So 3 is a generator of 3z. Likewise, -3 is also a generator of 3z. So we have a result here. Nz is cyclic for all n greater than or equal to 1, and the generators are n and -n. Now consider the clean 4 group. Is it cyclic? ക്ലീൻ 4 ഗ്രൂപ്പിലെ ഓരോ എലമെന്റ്സും ഉണ്ടാക്കുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് ആണ് നമ്മൾ എഴുതി നോക്കിയിട്ടുള്ളത്. നമുക്ക് ക്ലീൻ 4 ഗ്രൂപ്പിന്റെ ടേബിൾ നോക്കിയാൽ നമുക്കറിയാം. ക്ലീൻ 4 ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇഫ് യു ടേക്ക് എനി എലമെന്റ് ഇൻ ദ ക്ലീൻ 4 ഗ്രൂപ്പ്, ഇഫ് ഫോർ എക്സാമ്പിൾ എ എടുത്താൽ എ സ്റ്റാർ എ ചെയ്താൽ നിങ്ങൾക്ക് ഐഡന്റിറ്റി കിട്ടും, ബി സ്റ്റാർ ബി ചെയ്താൽ ഐഡന്റിറ്റി ആണ്, സി സ്റ്റാർ സി ചെയ്താലും ഐഡന്റിറ്റി ആണ്. അപ്പൊ നമ്മൾ ഈ പവേഴ്സ് എഴുതുന്ന സമയത്ത് എ റേസ് ടു 0 എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആയ ഇ ആണ് വരുന്നത്. ദെൻ എ റേസ് ടു 1 എന്ന് പറയുന്നത് എ തന്നെയാണ്. Then a square എഴുതുമ്പോഴേക്കും എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, വീണ്ടും ഐഡന്റിറ്റി കിട്ടിയിട്ടുണ്ടാവും. Therefore cyclic subgroup generated by A is set AE. Likewise, that generated by B is set BE, and the cyclic subgroup generated by C is set CE. Therefore, we can see that here there is no element in the clean 4 group which generates the whole clean 4 group. Therefore, clean 4 group has no generators and it is not cyclic.
Another example is Zn addition modulo n cyclic. If yes, what are the generators? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ Z4 കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കാം. Z4ലുള്ള എലമെന്റ്സ് ഏതാണെന്ന് നമുക്കറിയാം. 0, 1, 2, 3. ഇതാണ് ഏതൊരു ഇന്റിജറിനെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ആണ് Z4ലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ Z0, 1, 2, 3. ഓക്കെ, ഇത് സൈക്ലിക് ആണെന്ന് നോക്കാം. നമുക്ക് 1ൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അഡിഷൻ മോഡിൽ 4 ആണ് ഓപ്പറേഷൻ. നമുക്കറിയാം 1 raised to 0 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആഡിങ് 1 0 ടൈംസ് ദാറ്റ് ഈസ് 0. 1 raised to 1 എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടും. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. 1 raised to 2 is 2 and 1 raised to 3 is 3. Again 1 raised to 4 ചെയ്തു കഴിഞ്ഞാൽ 0 ആയിട്ട് മാറും. So 1 is a generator. Okay, is there another generators for Z4? നമ്മൾ 3 എടുത്തു എന്ന് വിചാരിക്കാം. 3 raised to 0 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ 0 കിട്ടും. ആഡിങ് 3 0 ടൈംസ് 3 raised to 1 is 3. 3 raised to 2 is 3 raised to 2 means that 3 addition modulo 4. addition modulo 4 ആണ് നമ്മുടെ ഓപ്പറേഷൻ 3. അതായത് 3 plus 3 ചെയ്തു 6 കിട്ടി. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 ആണ്. ദെൻ 3 ക്യൂബ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ഈ 2നെ ഒരു പ്രാവശ്യം കൂടെ ചെയ്താൽ മതിയാവും. 2 addition modulo 4 ഒരു പ്രാവശ്യം കൂടെ addition modulo 4 3 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 5 ആണ് ഇതിട്ട് ആഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. So what happens to 3 raised to 4? 3 raised to 4 is again 1 addition modulo 3. ഒരു പ്രാവശ്യം കൂടെ ചെയ്യണം. That is 4 ആണ് ആഡ് ചെയ്താൽ കിട്ടുക റിമൈൻഡർ 0. എന്ത് സംഭവിച്ചു? 3 raised to 4 ആകുമ്പോഴേക്കും നമുക്ക് ഐഡന്റിലേക്ക് അത് സൈക്ലിക്കലി തിരിച്ചു വന്നു. So the cyclic subgroup generated by 3 എന്ന് പറഞ്ഞത് 0, 3, 2, 1. That is it contains all the elements of Z4. So 3 is also a generator of Z4. So Z4ന്റെ രണ്ട് ജനറേറ്റേഴ്സ് നമുക്ക്. What about 2? 2 ജനറേറ്റ് ചെയ്യുന്ന സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ 2 raised to 0 എന്ന് പറഞ്ഞാൽ നമുക്ക് 0 കിട്ടി. 2 raised to 1 ചെയ്താൽ ആൻസർ 2 എന്ന് കിട്ടും. 2 raised to 2 ചെയ്ത് കഴിഞ്ഞാൽ 2 plus 2 ചെയ്താൽ 4 ആണ്. 4 addition modulo 4 എടുത്തു കഴിഞ്ഞാൽ 0 ആയി പോകും. സോ 2 ഉണ്ടാക്കുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ Z02 ആണ്. Okay, so 2 is not a generator of Z4. So generators of Z4 are 1 and 3. And ഇത് നമുക്ക് ജനറൽ ആയിട്ട് ഒരു റിസൾട്ട് ആയിട്ട് പറയാൻ പറ്റുമോ? അതായത് നമ്മളൊരു Z എന്ന് പറഞ്ഞ ആർബിട്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം Z4ന്റെ ജനറേറ്റേഴ്സ് നമ്മൾ പറഞ്ഞത് 1ഉം 3ഉം ആണ്. സോ ജനറൽ ആയിട്ട് നമുക്ക് 1ഉം n-1ഉം ജനറേറ്റേഴ്സ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതല്ലാത്ത ജനറേറ്റേഴ്സും Zn ചിലപ്പം ഉണ്ടായേക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ Z5 ആണ് കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കാം. Z5ല് ഇപ്പൊ നമുക്ക് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 1ഉം 4ഉം ജനറേറ്റേഴ്സ് ആയിരിക്കും. അതല്ലാത്തൊരു എലമെന്റ് എടുത്തു നോക്കാം. 3 എന്ന് പറഞ്ഞ എലമെന്റ് എടുത്തു എന്ന് വിചാരിക്കാം. 3 raised to 0 ചെയ്താൽ ആൻസർ 0 ആണ്. 3 raised to 1 ചെയ്താൽ 3. 3 raised to 2 is 6 ആണ് കേട്ടോ. റിമൈൻഡർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. Then 3 raised to 3 means that 3 star 3 star 3. 3 പ്രാവശ്യം 3 ആഡ് ചെയ്താൽ നമുക്ക് 9 കിട്ടും. 9നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിന്റെ റിമൈൻഡർ 4 ആണ്. Then what happens to 3 raised to 4? 3 raised to 4 means that it is 3 plus 3 plus 3 plus 3. 12 കിട്ടും. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. Then 3 raised to 5 നിങ്ങൾ ചെയ്യുന്ന സമയത്ത് 15 ആയിരിക്കും കിട്ടുക. റിമൈൻഡർ 0 ആയിട്ട് മാറും. തിരിച്ച് ഐഡന്റിറ്റിക്ക് വന്നു. സോ 3 ഉണ്ടാക്കുന്ന സൈക്ലിക് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 0. The cyclic subgroup generated by 3 in this case is 0, 3, 1, 4, 2. It contains all the elements of Z5. So 3 is also a generator. Similarly, you can check that 2 is also a generator. The first generators of Z5 are 1, 4, 3, 2. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് 1ഉം n-1ഉം എല്ലായ്പ്പോഴും ജനറേറ്റേഴ്സ് ആയിരിക്കും എന്ന് പറയാൻ പറ്റും. പക്ഷെ അതല്ലാത്ത ജനറേറ്റേഴ്സും Zn ഉണ്ടാവാം. But Zn is always cyclic. The compulsorily there are 2 generators always which are 1 and n-1. So to sum up, so we have discussed what is a subgroup. Then we discussed about cyclic subgroup. Then we defined cyclic group, and we also defined a generator of a group. In the next video, I will come up with properties of cyclic groups. Please stay with me. Thank you.